അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാണ്ടനമോ ജയിലിലേക്ക് അയക്കാനുള്ള നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. കുറ്റവാളികളാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാണ്ടനമോ ബേ സൈനിക ജയിലിലേക്ക് അയക്കാൻ പദ്ധതിയുണ്ട് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. മോഷണം, ആക്രമ കുറ്റകൃത്യം എന്നീ കുറ്റങ്ങൾക്ക് പിടിയിലാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ വിചാരണയ്ക്ക് മുൻപ് തടങ്കലിൽ വയ്ക്കാൻ അനുവദിക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. രേഖകൾ ഇല്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെ അഭയാർത്ഥികളെയും ഗ്വാണ്ടനാമോയിൽ അടയ്ക്കും. 30,000 പേരെ താമസിപ്പിക്കാൻ കഴിയും വിധം തടവറ വിപുലീകരിക്കാനാണ് ഉത്തരവ്. ഗ്വാണ്ടനാമോ ബേയിൽ 30,000 പേരുടെ കുടിയേറ്റ കേന്ദ്രമൊരുക്കാൻ പെന്റഗണിനും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിനും നിർദ്ദേശം നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുകയാണെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ പറഞ്ഞു. അതേസമയം ട്രംപിന്റെ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ക്യൂബ രംഗത്ത് വന്നു. ഡൊണാൾഡ് ട്രംപിന്റേത് അതിക്രൂരമായ തീരുമാനമാണെന്നാണ് ക്യൂബയുടെ പ്രതികരണം. ക്യൂബയോട് ചേർന്നാണ് ഗ്വാണ്ടനാമോ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ ജനതയെ ഭീഷണിപ്പെടുത്തുന്ന ഏറ്റവും മോശം കുറ്റവാളികളായ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തടവിലാക്കാൻ ഞങ്ങൾക്ക് ഗ്വാണ്ടനാമോയിൽ 30,000 പേരെ താമസിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവയിൽ ചിലത് വളരെ മോശമാണെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും അധികാരമേറ്റ ഉടൻ തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നീക്കം ശക്തമാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നതാണ്. അനധികൃത കുടിയേറ്റം തടയാൻ തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ട്രംപ് CBC-1 എന്ന ബോർഡർ ആപ്ലിക്കേഷൻ പ്രവർത്തനവും അവസാനിപ്പിച്ചിരുന്നു. നിയമപരമായി US-ലേക്ക് കുടിയേറുന്നതിനായി ഏകദേശം 1 ദശലക്ഷത്തോളം ആളുകൾ ഉപയോഗിച്ചിരുന്ന ആപ്പാണിത്. തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള പ്രവേശനം ഈ ആപ്പിലൂടെയായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ട്രംപ് ഭരണത്തിലേറിയതിന് മണിക്കൂറുകൾക്കകം തന്നെ ഇനി സേവനങ്ങൾ ലഭ്യമാകില്ല എന്ന അറിയിപ്പിലാണ് ആപ്പ് പ്രത്യക്ഷപ്പെട്ടത്. നിലവിലുള്ള അപ്പോയിന്റ്മെന്റുകൾ റദ്ദ് ചെയ്തതായും ആപ്പിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ കുടിയേറ്റ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ ചൊല്ലി അമേരിക്കയ്ക്കെതിരെ കർശന നിലപാട് പ്രഖ്യാപിച്ച കൊളംബിയ മണിക്കൂറുകൾക്കകം തന്നെ ട്രംപിന് മുന്നിൽ മുട്ടുമടക്കിയിരുന്നു. അമേരിക്ക തിരിച്ചയച്ച കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ കൊളംബിയ സന്നദ്ധത അറിയിച്ചു. ഇതോടെ കൊളംബിയയ്ക്കുമേൽ ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി ചുങ്കം മരവിപ്പിച്ചു. അതിനിടെ ഗാസയിലെ പലസ്തീനികളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റി പാർപ്പിക്കണമെന്ന ട്രംപിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. കുടിയേറ്റക്കാരുമായുള്ള അമേരിക്കൻ സൈനിക വിമാനത്തിന് കൊളംബിയൻ തലസ്ഥാനമായ ബൊഗോട്ടയിൽ ലാൻഡിംഗ് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ട്രംപ് 25% ഇറക്കുമതി ചുങ്കം ചുമത്തിയത്. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അമേരിക്കയ്ക്കെതിരെ ഇറക്കുമതി ചുങ്കം ചുമത്തി ട്രംപിന് അതേ നാണയത്തിൽ മറുപടി നൽകി. കുടിയേറ്റക്കാരെ സൈനിക വിമാനങ്ങളിൽ തിരിച്ചയക്കുന്ന അമേരിക്കൻ സമീപനം അംഗീകരിക്കില്ലെന്നും വേണ്ടി വന്നാൽ തന്റെ ഔദ്യോഗിക വിമാനം അയക്കുമെന്നും ഗുസ്താവോ പെട്രോ പറഞ്ഞിരുന്നു. എന്നാൽ നിലപാടിൽ ഉറച്ചുനിന്ന അമേരിക്ക വിസ നിയന്ത്രണം ഉൾപ്പെടെ കൂടുതൽ നടപടികളിലേക്ക് നീങ്ങിയതോടെയാണ് കൊളംബിയ അയഞ്ഞത്. തിരിച്ചയച്ചവരെ സ്വീകരിക്കാൻ സന്നദ്ധത അറിയിച്ചതോടെ ഇറക്കുമതി ചുങ്കം മരവിപ്പിച്ച് വൈറ്റ് ഹൌസ് അനുനയത്തിന് വഴിയൊരുക്കുകയായിരുന്നു. അനധികൃത കുടിയേറ്റത്തിൽ നടപടികളിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് US-ന്റെ നിലപാട്. കൊളംബിയക്കെതിരായ നടപടി മറ്റു രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അതിനിടെ ഗാസയിലെ പലസ്തീനികളെ മാറ്റി പാർപ്പിക്കണമെന്ന ട്രംപിന്റെ പരാമർശത്തെ എതിർത്ത് ജോർദാനും ഈജിപ്തും പലസ്തീൻ അതോറിറ്റിയും ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. താൽക്കാലികമായി പോലും പലസ്തീനികളെ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നാണ് ഈജിപ്തിന്റെയും ജോർദാനിന്റെയും നിലപാട്. പലസ്തീൻ മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന് ഹമാസും വ്യക്തമാക്കി. അതിനിടെ ഗാസയിൽ നിന്ന് പലായനം ചെയ്ത പലസ്തീനികളെ ഇസ്രയേൽ വടക്കൻ ഗാസയിലേക്ക് കടത്തിവിട്ടു തുടങ്ങി. വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥ പ്രകാരമാണ് നടപടികൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.